ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കടായിയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കടായിയാണ്. ഞാനിതാ അതിനുവേണ്ടി ഇവിടെ ഒരു 1/4 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1.5 സ്പൂൺ വരെ ചേർക്കാം. നല്ല എരിവുള്ള മുളകും പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് വേണം ചേർക്കാൻ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു 1/4 സ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ചേർക്കൽ ഓപ്ഷണൽ ആണ്. ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നതാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അതൊരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. കുറച്ച് മാത്രം ചേർത്താൽ മതി, കൂടി പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർത്ത് ഒന്നുകൂടി ടേസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ കടായിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനില്ലേ, അത് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കാതെ തന്നെ ചിക്കൻ പൊരിച്ചെടുക്കാൻ ചിക്കൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചാണ്ട് ഒന്ന് വേവിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് പൊരിഞ്ഞ രീതിയിലൊന്ന് കിട്ടുന്നതാണ്. നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പൊരിക്കേണ്ടി വരും. ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി ഈ പൊരിച്ച എണ്ണയിൽ ഈ എണ്ണയിലെ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഉള്ളി പെട്ടെന്ന് തന്നെ വാടി വരുന്നതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി വരുന്നതാണ്. ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ ഉള്ളി ഇതവിടെ നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പച്ചമണം പോയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 തക്കാളിയാണ് എടുത്തത്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഞാൻ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിലാക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തക്കാളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഈ മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തള വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതാ നമ്മൾ നേരത്തെ ഇവിടെ പൊരിച്ചു വെച്ച ചിക്കൻ ഇല്ലേ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിലേക്ക് ഇനി മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. കാരണം നേരത്തെ ചിക്കൻ തന്നെ അത്യാവശ്യം മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഇതിലേക്ക് എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഈ ചിക്കൻ നല്ലവണ്ണം ഒന്ന് മസാലയും ആയിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചിക്കൻ മസാലയിലിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പൊ എരിവിനനുസരിച്ച് വേണം കേട്ടോ കുരുമുളക് പൊടി ചേർക്കാൻ. മസാലയിൽ ആദ്യം തന്നെ എരിവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണ്ട, എരിവ് ഒന്നും കൂടി കൂടുന്നതാണ്. ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. 1 മിനിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, കുരുമുളകും മസാലയൊക്കെ ആയിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെ, നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.